ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് മെയ് 18 വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറില് പത്രോസിന്റെ 267ാമത് പിൻഗാമിയായി ചുമതലയേറ്റതിനു ശേഷം ലയോ 14 മാർപ്പാപ്പ അർപ്പിച്ച കുർബാന മധ്യേ നൽകിയ ആ സുവിശേഷ സന്ദേശം അതിപ്രകാരമായിരുന്നു: ദൈവസ്നേഹത്തിന്റെ പാതയിൽ നിങ്ങളോട് ഒന്നിച്ചു നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നാം എല്ലാവരും ഒരു കുടുംബത്തിൽ ഒന്നാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് സ്നേഹത്തിന്റെ സമയമാണ്. നമുക്ക് സ്നേഹത്തിന്റെ പാലങ്ങൾ തീർത്ത് പരസ്പരം സ്നേഹിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാം. സംഘർഷങ്ങൾ ഒഴിവാക്കി സഹജീവികളെ മനസ്സിലാക്കി ജീവിക്കാം. മിശിഹ ഒന്നായിരിക്കുന്നത് പോലെ അവിടുത്തെ സഭയും ഒന്നായിരിക്കണം. ലയോ 14 മാർപ്പാപ്പായുടെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട കുർബാനമധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഓർമ്മയിലെത്തിയത്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. ഈ 17-ാം അധ്യായം തന്നെയും ഈശോയുടെ വിടവാങ്ങൽ പ്രാർത്ഥനയുടെ അന്ത്യത്താഴത്തിന്റെ പശ്ചാത്തലത്തില് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയും സ്നേഹത്തിന് പ്രമാണം നൽകുകയും ചെയ്തതിനു ശേഷം ദീർഘമായി അവിടുന്ന് നടത്തിയ ആ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ഉപസംഹാരം എന്നോണം നിത്യപുരോഹിതനായ മഹാപുരോഹിതനായ ഈശോ നടത്തുന്ന തന്റെ പുരോഹിത പ്രാർത്ഥനയാണ് 17-ാം അധ്യായം. ഈ 17-ാം അധ്യായത്തിൽ തന്നെ 3 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ 8 വാക്യങ്ങള് പിതാവായ ദൈവവും പുത്രനും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ, പിതാവ് എപ്രകാരമാണ് മനുഷ്യനായി അവതരിച്ച ഈശോയെ, നസറായനായ ഈശോയെ മഹത്വീകരിച്ചതെന്നും ഈ മനുഷ്യനായി അവതരിച്ച ഈശോ എപ്രകാരമാണ് പിതാവിന്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിയതെന്നുമെല്ലാമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇനിയും തന്റെ ഹിതം, പിതാവിന്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തും. ഒപ്പം പുത്രൻ പിതാവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് മനുഷ്യപുത്രനെയും മഹത്വപ്പെടുത്തണമെന്ന യാചനയാണ് ആദ്യത്തെ 8 വാക്യങ്ങളിൽ കാണുന്നത്. 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളില് തന്നെ അനുഗമിച്ചിരുന്ന തന്റെ സ്ലീഹന്മാർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി, അവർക്കിടയിലുണ്ടാകേണ്ട പരസ്പര ഐക്യത്തിനു വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗത്തില് 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളില് ഈ പ്രാർത്ഥന ഉപസംഹരിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: അവരുടെ വചനനിമിത്തം എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് തൊട്ട് മുൻപുള്ള ഭാഗത്ത് 9 മുതൽ 19 വരെയുള്ള ഭാഗത്ത് താൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ ആ സ്ലീഹന്മാരുടെ പ്രഘോഷണത്തിലൂടെ, ആ ശിഷ്യന്മാരുടെ സാക്ഷ്യത്തിലൂടെ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവിടുത്തെ സ്ലീഹന്മാരിൽ ഒരുവനായിരുന്ന മാർത്തോമാ സ്ലീഹായാണല്ലോ നമ്മുടെ നാട്ടിലെത്തി ഈശോയെ അറിയിച്ചതും ഈശോയുടെ സുവിശേഷം പകർന്നു നൽകിയതും. അപ്പോൾ ഈ സ്ലീഹന്മാരിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി, ഈശോയിൽ വിശ്വസിക്കുന്ന ആ വലിയ സമൂഹത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ സഭാ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലും അവിടത്തേക്ക് ശിഷ്യൻ പറയാനുള്ളത്, പിതാവിനോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം. ഈ ഐക്യതയ്ക്ക് വേണ്ടിയാണ്, യൂണിറ്റിക്ക് വേണ്ടിയാണ് ഇത് തൊട്ട് മുൻപുള്ള ഭാഗത്ത് സ്ലീഹന്മാർക്ക് വേണ്ടി, ശിഷ്യന്മാർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിച്ചതും. ആത്യന്തികമായി ഈശോ ആഗ്രഹിക്കുന്നത് ശിഷ്യന്മാർ തമ്മില്, ഈശോയെ അനുഗമിക്കുന്നവർ തമ്മിലുണ്ടാകേണ്ട ആ ഒരു ഐക്യം, ആ ഒരു ഹൃദയബന്ധം, സഭാംഗങ്ങൾ എല്ലാവരും തമ്മിലുണ്ടാകേണ്ട ആ ഐക്യം, അതിന് മാതൃകയായിട്ടാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തെ ഈശോ എടുത്തു കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവം ത്രിത്വമായിരിക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വിഷമമുള്ള ഒരു രഹസ്യമാണല്ലോ പരിശുദ്ധ ത്രിത്വത്തിന്റേത്. ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിൽ 3 ആളുകൾ. അവിടുന്ന് ത്രിത്വമായിരിക്കുന്നത് തന്നെ
ഈ സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവർ അവിടുന്ന് അവർ വ്യത്യസ്ത രാജ്യങ്ങളിലാണെങ്കിലും ഭൂപ്രദേശങ്ങളിലാണെങ്കിലും എല്ലാവരും ചേർന്ന് ഏക ശരീരമായ മിശിഹായുടെ ശരീരമായ സഭയ്ക്ക് രൂപം നൽകുന്നുവെന്നും ഈ ശരീരത്തിന്റെ ശിരസ്സാണ് മിശിഹ, അങ്ങനെ മിശിഹായോട് ചേർന്നുള്ള ഏക ശരീരമാണ് തിരുസഭയെന്നും സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് സഭാംഗങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ടത് എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടി, അപ്പോൾ അതിനൊരു മാതൃകയായിട്ടാണ് പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ ദിവ്യ രഹസ്യം, ഒരു ദൈവം എന്നാൽ മൂന്നാളുകൾ, ഇവിടെ ഒരു ശരീരം, വ്യത്യസ്തമായ അവയവങ്ങൾ. ആ ഒരു ബന്ധത്തിലേക്ക് തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും വരണമെന്നുള്ളതായിരുന്നു ഈശോയുടെ പ്രാർത്ഥന. അവിടുന്ന് പറഞ്ഞു, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്. പിതാവും പുത്രനും റൂഹായും തമ്മിലുള്ള ആ ഐക്യം, അതാണ് ശിഷ്യന്മാർക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകേണ്ട ഐക്യത്തിന്റെ മാതൃക. എന്തിനു വേണ്ടിയാണ് ഈ ഐക്യം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകേണ്ടത്? നീ എന്നെ അയച്ചുവെന്നും ലോകം വിശ്വസിക്കുന്നതിന്. അപ്പൊ ലോകത്തിന് സാക്ഷ്യമായിട്ടാണ്. ഈ പ്രസംഗത്തിൽ തന്നെ 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ, നിങ്ങൾക്ക് പരസ്പര സ്നേഹമുണ്ടെങ്കിൽ അതുമൂലം നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയുമെന്ന്. അപ്പോൾ ലോകം ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഈശോയെ അയച്ചിരിക്കുന്നത്. ലോകത്തിന്റെ രക്ഷകനായിട്ടാണ്, ലോകം മുഴുവന്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് പുത്രനെ അയച്ചിരിക്കുന്നത്. ആ സത്യം ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടി, ലോകത്തിന് സാക്ഷ്യമാകുവാൻ വേണ്ടിയിട്ടാണ് വിശ്വാസികൾക്കിടയിൽ ഈ ഐക്യം ഉണ്ടാകേണ്ടത് എന്നാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ സാക്ഷ്യം അത് വിശ്വാസത്തിലേക്ക് അവരെ നയിക്കണം. അങ്ങനെ ലോകം മുഴുവനും ഒരു കുടുംബമായി തീരണം. മാർപ്പാപ്പ പ്രാർത്ഥിച്ചതും അത് തന്നെയല്ലേ? നാം എല്ലാവരും ഒരു കുടുംബത്തിൽ ഒന്നായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് സ്നേഹത്തിന്റെ സമയമാണ് എന്ന് മാർപ്പാപ്പ പറയുമ്പോൾ ഇതേ ആശയം തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മോട് പരിശുദ്ധ പിതാവിലൂടെ റൂഹാദ കുരിശ പറയുന്നത്. അങ്ങനെ അവർ വിശ്വസിക്കുന്നതിന് വേണ്ടിയും അങ്ങനെ അവർ എല്ലാവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നാം ഒന്നായിരിക്കുന്നത് പോലെ, പിതാവും പുത്രനും റൂഹായും ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്, അങ്ങനെ ആ ഐക്യത്തിന്റെ പൂർണ്ണത പ്രാപിക്കേണ്ടതിന്, പൂർണ്ണതയിലേക്ക് അവരെ എത്തിക്കണമേ എന്നാണ് ഈശോയുടെ പ്രാർത്ഥന. നീ എന്നെ അയച്ചുവെന്ന് ലോകം അറിയണം, അയച്ചിരിക്കുന്നത് ലോകത്തെ മുഴുവനെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് നീ അറിയണം. നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ ഫലമായിട്ട്, ഭാഗമായിട്ടാണ്, സ്നേഹത്തിന് പ്രകാശനമായിട്ടാണ് അയച്ചത്, പുത്രനെ അയച്ചത്. അത് ലോകം മുഴുവനോടുമുള്ള സ്നേഹം, ലോകം മുഴുവനെയും തന്നിലേക്ക് പഠിപ്പിക്കുവാനും അങ്ങനെ ആ ദൈവത്തിന്റെ പിതൃത്വം അനുഭവിച്ച് ആ സ്നേഹ സ്വാതന്ത്ര്യത്തില് ലോകത്തുള്ള സകല മനുഷ്യരും ജീവിക്കുവാനും ഏക കുടുംബമായി ജീവിക്കുവാനുമുള്ള പിതാവിന്റെ പദ്ധതിയോട് ആണ് ഈശോ ഇവിടെ യോജിച്ചു നിൽക്കുന്നത്. ഈശോയുടെ ഹിതവും പിതാവിന്റെ ഹിതവും ഒന്നായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈശോ എന്നിട്ട് പറയുന്നത്, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് നൽകി. എപ്പോൾ ഈശോയ്ക്ക് നൽകിയ മഹത്വമാണ്? അവിടുന്ന് മനുഷ്യനായി അവതരിച്ചപ്പോൾ നൽകിയ മഹത്വം. ഈ മഹത്വം ഈശോയെ സംബന്ധിച്ച് സ്വഭാവത്താലെ തന്നെ, കാരണം അവിടുന്ന് അനാദി മുതൽ പിതാവിനോടൊപ്പമുണ്ട്, പിതാവിന്റെ മഹത്വത്തിൽ പങ്കുചേരുന്നവനാണ്. പക്ഷെ മനുഷ്യനായപ്പോൾ മനുഷ്യനായ നസറായനായ ഈശോയ്ക്ക് പിതാവായ ദൈവം ഈ മഹത്വം നൽകി. ഈ മനുഷ്യനായി അവതരിച്ചവനെ ഈ പിതാവായ ദൈവം മഹത്വപ്പെടുത്തി. അവിടുന്ന് മാമോദിസ വേളയിൽ പരസ്യമായി മഹത്വപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടുത്തെ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന്റെ മഹത്വമാണ്, ഈശോയുടെ ദൈവിക മഹത്വമാണ് വെളിവായത്. ഈശോ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം വെളിവാക്കിയത് ഈശോയുടെ ദൈവിക മഹത്വമായിരുന്നു. മരിച്ചവരിൽ നിന്ന് അവസാനം ഈശോയെ ഉയർപ്പിക്കുമ്പോഴും ഈ മഹത്വം തന്നെയാണ് പിതാവ് പുത്രന് നൽകിയത്. ഈശോ പറയുകയാണ്, നീ എനിക്ക് തന്ന ഈ മഹത്വം ഞാൻ അവർക്കും നൽകുന്നു. അപ്പോൾ ഈ ദൈവിക മഹത്വത്തിലേക്ക് എല്ലാ മനുഷ്യരെയും, തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ആനയിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് വന്നതെന്ന് വ്യക്തമാക്കുകയാണ്. ഇതേക്കുറിച്ചാണ് സഭാപിതാവായ ജെറോം പറയുന്നത്, ഈശോ ഈ ദൈവിക മഹത്വത്തിൽ പങ്കുചേരുന്നത് സ്വഭാവത്താലെയാണ്, നമ്മളാകട്ടെ ഈശോയുടെ കൃപയാലെയാണ്. ഈശോ സ്വഭാവത്താലെ തന്നെ ദൈവത്തിന്റെ മഹത്വത്തിൽ പങ്കുചേരുമ്പോൾ ഈശോയിലുള്ള വിശ്വാസത്തിൽ നിന്ന് വരുന്ന കൃപയാൽ നമ്മളും ഈ ദൈവിക സത്തയില്, ദൈവിക മഹത്വത്തില് പങ്കുചേരുന്നുവെന്നാണ് ജെറോം പിതാവ് പറയുന്നത്. വിശ്വാസം ഒന്നാണ്, മിശിഹ ഒന്നാണ്. അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ പറഞ്ഞതും അത് തന്നെയാണല്ലോ, ഏകമിശിഹായിൽ നാം എല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്. മാർപ്പാപ്പായുടെ ആപ്തവാക്യം തന്നെ, അജപാലന
ശുശ്രൂഷയുടെ ആപ്തവാക്യമായി മാർപ്പാപ്പ സ്വീകരിച്ചിരുന്നത് തന്നെ വിശുദ്ധ ആഗസ്തിനോസിൽ നിന്നുള്ള ഒരു പ്രയോഗമാണ്. ഇൻ ഇല്ലോ ഊനോ ഊനും, അതായത് ഇൻ ദ വൺ ക്രൈസ്റ്റ് വി ഓൾ ആർ വൺ. ഏകമിശിഹായിൽ അവിടുന്ന് വിശ്വസിക്കുന്ന നാം എല്ലാവരും ഒന്നാണ്. ഇതാണ് ലയോ 13 മാർപ്പാപ്പായുടെ അജപാലന ആപ്തവാക്യം തന്നെ. ഇത് സൂചിപ്പിക്കുന്നതും ഈശോയുടെ ആ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ മാർപ്പാപ്പ പറഞ്ഞില്ലേ, നാം ഒന്നായിരിക്കും, മിശിഹ ഒന്നായിരിക്കുന്നത് പോലെ സഭയും ഒന്നായിരിക്കണമെന്നുള്ള ആ ആഗ്രഹം തന്നെ, ഈശോയുടെ ആഗ്രഹം തന്നെ ആണ് ഇവിടെ. അതേക്കുറിച്ചാണ് ജെറോം പറഞ്ഞത്, വിശ്വാസം ഒന്നാണ്, ഏകമിശിഹായാണ്, ഏകമിശിഹായിലുള്ള വിശ്വാസവും ഒന്നാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ പങ്കുചേരുന്ന, ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒന്നായിരിക്കണമെന്ന് ഈശോ പറയുന്നത്. അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയും, മനുഷ്യ സ്വഭാവം സ്വീകരിച്ച പുത്രന്റെ ശരീരം നമ്മൾ സ്വീകരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ശരീരമായി തീരുന്നത്. ഈശോയുടെ ശരീരം ഭക്ഷിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളും അവിടത്തോട് ഐക്യത്തിലാവുകയാണ്. പിതാവുമായി ഐക്യത്തിലായിരിക്കുന്ന പുത്രനുമായി നമ്മൾ ഐക്യത്തിലാകുമ്പോൾ നമ്മളും പരിശുദ്ധ ത്രിത്വവുമായിട്ട് ഐക്യത്തിലാകുന്നു എന്ന് പറയുന്നു. സഭാപിതാവായ അത്തനാസ്യൂസ് പറയും, മനുഷ്യപ്രകൃതി സ്വീകരിച്ചപ്പോൾ, ദൈവത്തിന്റെ വചനം മനുഷ്യപ്രകൃതി സ്വീകരിച്ചപ്പോൾ ആ മനുഷ്യപ്രകൃതി തന്നെ, ആ മനുഷ്യ അസ്തിത്വം തന്നെ ദൈവികതയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു. നമ്മുടെ അധപതിച്ചു പോയ മനുഷ്യപ്രകൃതിയെ നവീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രനായ ഈശോ മനുഷ്യനായത്, മനുഷ്യപ്രകൃതി സ്വീകരിച്ചത്. അങ്ങനെ നമുക്ക് വേണ്ടി, നമുക്ക് നമ്മുടെ അസ്തിത്വത്തിന്, നമ്മുടെ സ്വഭാവത്തിന് മഹത്വം നൽകുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്, നാം ആയിരിക്കുന്നിടത്ത്, ഈശോയുടെ ഈ പുരോഹിത പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത്, ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ മഹത്വം അവർ കാണേണ്ടതിന് വേണ്ടി അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്, എന്റെ മഹത്വം അവർ ദർശിക്കേണ്ടതിന് ഞാൻ ആയിരിക്കുന്നിടത്ത്. ഇപ്പോൾ ഈശോ ആയിരിക്കുന്നത് പിതാവിന്റെ വലതുഭാഗത്താണ്, മഹത്വീകരിക്കപ്പെട്ടവനായിട്ടാണ്. ഈ മഹത്വം എല്ലാവരും കാണേണ്ടതിന് ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും ആയിരിക്കണം എന്നാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇതേ കാര്യം തന്നെയാണ്, എല്ലാവരും ഈ രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു, അത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഇത് ആരംഭം മുതലേ ഉണ്ടായിരുന്നതാണ് എന്നാണ് ആദ്യ വായനയിൽ ഏശയ്യാ നബി 52 അധ്യായത്തില് പറയുന്നത്. കർത്താവിൻ തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറൂസലമിനെ മോചിപ്പിച്ചിരിക്കുന്നു, തന്റെ പരിശുദ്ധകരം എല്ലാ ജനതകളുടെയും മേല് അവിടുന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ ജനതകളെയും ഈ രക്ഷയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട്, ഭൂമിയുടെ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും എന്ന് ഏശയ്യാ നബി പറയുമ്പോൾ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കുന്നവരുടെ ജീവിതം എത്രയോ ഭാഗ്യം ചെയ്തത് എന്ന് ഏശയ്യാ നബി 52 അധ്യായം 7 വാക്യത്തിൽ പറയുന്നുണ്ട്. സദ്വാർത്ത അറിയിക്കുകയും ഈ സുവിശേഷം അറിയിക്കുകയും ഈശോ രക്ഷകനാണ് എന്നുള്ള സുവിശേഷം അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നെന്ന് പറയുകയും ചെയ്യുന്നവരുടെ പാദങ്ങൾ മലമുകളിൽ എത്രയോ സുന്ദരം. സുവിശേഷം പ്രഘോഷിക്കുന്ന, ഈശോയെ പ്രഘോഷിക്കുന്ന, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരുടെ ജീവിതം എത്രയോ സുന്ദരം എന്നാണ് ഏശയ്യാ നബി പറഞ്ഞത്. അത് ഇപ്പോൾ നമ്മൾ ലയോ മാർപ്പാപ്പായെ കേൾക്കുമ്പോഴും ആ മാർപ്പാപ്പായുടെ മഹത്വം, ഈ ഈശോയുടെ ദൈവത്വം സുവിശേഷം പ്രഘോഷിക്കുന്നതിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സ്ലീഹന്മാർ നല്ലൊരു പുസ്തകം 10 അധ്യായത്തില് പത്രോസ് സ്ലീഹായ്ക്കുണ്ടാകുന്ന ദർശനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന 4 വശവും പിടിച്ചിറക്കി വിടുന്ന ആ വിരിപ്പില് എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അതിനെ കൊന്നു ഭക്ഷിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ എല്ലാവരെയും ഈ രക്ഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, എല്ലാ തരം മത്സ്യങ്ങളെയും പിടിക്കുവാൻ വേണ്ടി എറിഞ്ഞ ആ വല പോലെ തന്നെ എല്ലാവരെയും, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈശോയിലൂടെ ദൈവം നൽകുന്ന രക്ഷ എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. വിജാതികർക്കും ഈ രക്ഷയിൽ ഒരേ പങ്കുകൊണ്ട് തന്നെയുണ്ട്. അക്കാര്യമാണ് പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത്, നമ്മെ ഇരുകൂട്ടരെയും, ഇസ്രായേൽ ജനതയെയും വിജാതിയരെയും മിശിഹായിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് കുരിശില് മരിച്ചു. വിദൂരസ്ഥരായിരുന്ന നമ്മെ ഇപ്പോൾ മിശിഹായുടെ രക്തം വഴി നമ്മളും അവിടുത്തോട് സമീപസ്ഥരായിരിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ആ മതിൽ തകർത്ത്, ശത്രുതന്റെ മതിൽ തകർത്ത് അവിടുന്ന് നമ്മുടെ സമാധാനമായിരിക്കുന്നുവെന്ന് പൗലോസ് ശ്ലീഹ എഫേസോസിലെ സഭയ്ക്ക് എഴുതുന്നത് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈ ശ്ലീഹ തന്നെയാണ് 4 അധ്യായത്തിൽ എഫേസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത്, സമാധാനത്തിൽ നമ്മൾ അരൂപിയുടെ ഐക്യം പാലിക്കുവാൻ തൽപരരായിരിക്കുമെന്നാണ് ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ലഭിച്ച വിളി ഒരേ പ്രത്യാശയിലേക്ക് ആയിരിക്കുന്നത് പോലെ നിങ്ങൾ ഒരേ ശരീരവും ഒരേ ആത്മാവും ആകേണ്ടതിനാണ് എന്നും ശ്ലീഹ 4 അധ്യായം 3 വാക്യത്തിൽ പറയുന്നുണ്ട്. 4 അധ്യായത്തിൽ തന്നെ 13 വാക്യത്തിൽ ശ്ലീഹ പറയും, നാം എല്ലാവരും
വിശ്വാസവും ദൈവപുത്രനെ കുറിച്ചുള്ള അറിവും മൂലം ഒന്നായി തീർന്ന് മിശിഹായുടെ പൂർണ്ണതയ്ക്കൊത്തവണ്ണം പൂർണ്ണമായ ഏക മനുഷ്യനാകാൻ വേണ്ടിയാണ് ഇതെല്ലാമെന്ന്. അപ്പോൾ സമാധാനമാണ്, ഐക്യമാണ് ഈ ഈശോയിലുള്ള വിശ്വാസം വഴി സംജാതമാകേണ്ടത്. അങ്ങനെ ഈ ലോകം മുഴുവനും ഒരു കുടുംബമായി തീരണമെന്നുള്ളതായിരുന്നു ഈശോയുടെ പ്രാർത്ഥന. അതുതന്നെയാണ് പ്രവാചകനിലൂടെ ഏഷ്യാനിബിയായിലൂടെ ദൈവം അരുൾ ചെയ്തിരുന്നത്. അതുതന്നെയാണ് പത്രോസ്ലീഹായ്ക്ക് വ്യക്തമാക്കി കൊടുത്തത്. അതുതന്നെയാണ് പൗലോസ്ലീഹ എഫേസൂസിലെ സഭയ്ക്കും ഇന്ന് നമ്മോടും പറയുന്നത്. അതുതന്നെയാണ് ഈ ആധുനിക കാലത്തിൽ ഇന്ന് ലയോ 14 മാർപ്പാപ്പ നമ്മോടും പറയുന്നത്. ഈ സ്നേഹത്തിന്റെ, ഈ സമാധാനത്തിന്റെ, ഐക്യത്തിന്റെ വാഹകരാകുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.